നമുക്ക് ഇനി ഒന്ന് കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ഗുണ്ടായിസം. അമിത ചാർജ് ചോദ്യം ചെയ്ത യാത്രക്കാരനെ മർദ്ദിച്ചു. ഓട്ടോറിക്ഷ കൊണ്ട് ഇടിച്ചിടാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട്. വയനാട് സ്വദേശിയായ യാത്രക്കാരനാണ് പരിക്കേറ്റത്. 57 രൂപയുടെ ഓട്ടത്തിന് 70 രൂപ ഈടാക്കിയത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. 57 രൂപ മീറ്ററിൽ തെളിയുമ്പോൾ അതിൽ 70 രൂപ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം മർദ്ദനവുമുണ്ട്. എന്താണ് അവിടെ നടന്നത്? അന്വേഷണം എങ്ങനെ? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. കോഴിക്കോട്ടെ ഓട്ടക്കാർ നന്മയുള്ളവരാണെന്ന് പൊതുവെ പറയാറുണ്ട്. നന്മയുള്ളവർ തന്നെയാണ്. പക്ഷേ അവർക്കിടയിൽ ചില കല്ലുകടിയുള്ള ആളുകളുണ്ട്. അത് തുറന്നു കാണിക്കുക തന്നെ വേണം. എനിക്ക് മുൻപിൽ നിൽക്കുന്ന വയനാട് സ്വദേശിയായ ഇദ്ദേഹത്തിനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തിന് മുഖം കാണിക്കാനോ പേര് പറയാനോ താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഈ സംഭവം ജനങ്ങൾ അറിയണമെന്നും ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കാരണം ഇനിയും ഈ വിഷയം ആവർത്തിക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ചേട്ടൻ തന്നെ പറയാം. എന്താ സംഭവിച്ചേട്ടാ? ഇന്നലെ വൈകുന്നേരം ഒരു 5:30 കൂടിയിട്ട് എരഞ്ഞിപ്പാലത്ത് നിന്ന് ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷ വിളിച്ച് ഗൂഗിൾ മാളിലെത്തി. അവിടെ എത്തുമ്പോൾ മീറ്ററിൽ കാണിച്ച 57 രൂപയാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു 70 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ 70 രൂപ മേടിക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇവിടുത്തെ നിയമമാണ്, നീ കണ്ടപോലെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 70 രൂപ മേടിച്ച് പുള്ളി അങ്ങ് എടുക്കുന്ന സമയത്ത് എൻ്റെ പുള്ളിയുടെ വണ്ടി എൻ്റെ ഷോൾഡറിൽ തട്ടി. എനിക്ക് നല്ല പെയിനായി. അപ്പോൾ പുള്ളി അങ്ങ് പോയപ്പോൾ ഞാൻ പുള്ളിയുടെ പുറകെ പോയി. അപ്പോൾ ചോദിക്കാൻ ചെന്നപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നീ കണ്ടപോലെ കൂട്ടിക്കോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കി നീ അധികമായിട്ട് മേടിച്ച് പൈസ എനിക്ക് ബാക്കി തന്നിട്ട് പോയാൽ മതി എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അന്നേരം അവൻ ഇറങ്ങിയിട്ട് അവൻ്റെ ആ ഹാൻഡിലിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് എന്നെ ഇടിച്ചു. എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ബ്ലഡ് വന്നു, ഭയങ്കര ചോര കുടിച്ചാൽ വന്നേ. ആ സമയത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ ബേബിയിലേക്ക് കൊണ്ട് അഡ്മിറ്റ് ആക്കി. ഞാൻ ആ ചിത്രം ചേട്ടൻ എന്നെ കാണിച്ചിരുന്നു. വലിയ രീതിയിൽ രക്തം വരുന്നുണ്ട്. മൂക്കിന് എന്താ പറ്റിയിരുന്നു? ആശുപത്രി പോയിരുന്നു. മൂക്കിൻ്റെ എല്ല് പൊട്ടുണ്ട്. ഇവിടെ സ്ക്രാച്ച് എന്തെന്നാണ് CT സ്കാനിൽ തെളിഞ്ഞത്. അപ്പം ആ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ മൊത്തം ബ്ലഡായിരുന്നു. ഓട്ടോറിക്ഷ ചാർജ് മറ്റൊരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിന്ന് ചേട്ടനെ എടുത്തുകൊണ്ട് വന്നു. ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോറിക്ഷ മൊത്തം ബ്ലഡായി. ആ ഓട്ടോറിക്ഷ ചാർജ് പോലും എന്നോട് വാങ്ങിയില്ല. നല്ല മനുഷ്യന്മാർ ആ കൂട്ടത്തിലുണ്ട്. ഇതുപോലത്തെ നിങ്ങൾ മറ്റൊരു ഓട്ടോക്കാരൻ ചേട്ടനെ ഇടിച്ചിട്ടു. വേറൊരു ഓട്ടോക്കാരൻ ചേട്ടനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നു. നന്മയുള്ള ഓട്ടോക്കാരും ഉണ്ടായിരുന്നു. പൈസ പോലും വാങ്ങിയില്ല, വണ്ടിക്കൂലി പോലും വാങ്ങിയില്ല. ആ ഓട്ടോറിക്ഷ ഫുള്ള് ബ്ലഡായിരുന്നു. എൻ്റെ ബ്ലഡായിരുന്നു ഓട്ടോറിക്ഷ ഫുള്ള്. സീറ്റും അടിയിലൊക്കെ ഫുള്ള് ബ്ലഡായിരുന്നു. പക്ഷേ പുള്ളിന് കൈ കൊടുക്കണം ചേട്ടൻ വേഗം പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളിയാൻ പോയി. നല്ല മനുഷ്യരായിരുന്നു. മറ്റൊരു ഓട്ടോക്കാരനെ ഇടിച്ചെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്പർ നോട്ട് ചെയ്തു വെച്ചു. നമ്പർ നോട്ട് ചെയ്തു. നാളെ തന്നെ പരാതി കൊടുക്കണം. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു അദ്ദേഹം തന്നെ എന്നോട് പറയുകയുണ്ടായി. പോലീസിൽ പരാതി കൊടുത്തോ? അദ്ദേഹത്തിന് നല്ല ഭയമുണ്ട് അല്ലേ സിനോജ്? സുജയ പാർവതി, ചേട്ടന് ഭയമുണ്ടോ ഈ വിഷയത്തിൽ? ഭയമൊന്നുമില്ല. ഇത് മറ്റുള്ള എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴേ പേടിച്ചു പോയോ? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ഒരു മേഖലയിൽ ഇടപെടാത്ത ഒരാളാണ്. അടിപിടി വികാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കണ്ടപ്പോൾ മറ്റാരെങ്കിലും ഹോട്ടലുണ്ടായിരുന്നോ? മോനുണ്ടായിരുന്നു, ഒരു കസിൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ മോൻ പെട്ടെന്ന് തല കറങ്ങി വീണു. പെട്ടെന്ന് ഡോക്ടർമാരൊക്കെ വന്ന് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കണ്ടേരി ആയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോന് നോർമലായി. സുജയ പറഞ്ഞ ഓട്ടോറിക്ഷയുടെ നമ്പർ ഞാൻ വായിക്കാം. KL 11 BY 1403. ഈ ഓട്ടോറിക്ഷ ചിത്രം ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടോയ്ക്കെതിരെയാണ് കസ്ബ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഈ ഓട്ടോയുടെ RC ഓണറെ വിളിച്ച് ഈ ഓട്ടോ ഓടിച്ച ആളോട് നാളെ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും. കാരണം നാളേക്ക് ഇത് ഈ അനുഭവം മറ്റവരൊക്കെ ഉണ്ടാവരുത്. ഏതായാലും ഈ ചേട്ടൻ ഇങ്ങനെ ധൈര്യത്തോടെ മുൻപിലോട്ട് വന്നു. ജനങ്ങളിത് അറിയണം, മറ്റു ഓട്ടോക്കാർ ഇത് അറിയണം. കോഴിക്കോട്ടെ നന്മയുള്ള ഓട്ടോക്കാർക്കിടയിൽ ഇതുപോലുള്ള ചീത്തപ്പേരുണ്ടാക്കുന്ന ചില വ്യക്തികൾ കൂടിയുണ്ട്. അതും പകലാണ്, രാത്രി കാലത്തല്ല. രാത്രിയിൽ ഇതിനു മുൻപ് ഓട്ടോയിൽ കയറിയ ഒരു യുവതിയെ, ഒരു പ്രായമായ ഒരു അമ്മയെ ആക്രമിച്ച സംഭവമൊക്കെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്ത ഒരാൾ, അത് മീറ്റർ ഇട്ട് ഓടിയ ഓട്ടോ 57 രൂപ മീറ്ററിൽ കാണിക്കുന്നു, 70 രൂപ ചോദിക്കുന്നു. ആ 70 കൊടുക്കാൻ ചേട്ടൻ സന്നദ്ധമായിരുന്നു. തിരിച്ച് പറഞ്ഞ ഒരു മറുപടിയാണ് പ്രശ്നം അല്ലേ? വിഷയമായത്. കാരണം നീ കണ്ടപോലെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് പോയപ്പോൾ എന്നെ ഇടിച്ചതാണ്. എനിക്ക് ഇടിച്ചിട്ടൊന്ന് ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ജസ്റ്റ് ചോദിക്കുക, ഒരു മര്യാദ പോലും കാണിക്കാതെ പോയതാണ്. അതാണ് ഇടിച്ചു. 70 രൂപ വാങ്ങിയതിൽ കുഴപ്പമില്ല, നീ കണ്ട പോലെ കണ്ടോളാൻ പറഞ്ഞു. ഓട്ടോ ഇടിക്കുകയും ചെയ്തു. ഇടിച്ച ശേഷം എന്തെങ്കിലും പറ്റിയെന്ന് പോലും ചോദിച്ചില്ല. അതുകൊണ്ടാണ് പുറകെ പോയത്. അദ്ദേഹത്തിന് ചിത്രം ഞാൻ നേരിട്ട് കണ്ടിരുന്നു. മൂക്കി ഇടിച്ച് നല്ല രീതിയിലാണ് രക്തം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിലും കസ്ബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജയ. ഓക്കെ സിനോജ്, ആ ആക്രമണത്തിന് ഇരയായ വ്യക്തിയാണ് ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഭയമുണ്ടാകുമല്ലോ. ഇനിയും യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ടെ ഓട്ടോക്കാരെല്ലാവരും ഇങ്ങനെയാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷേ ഈ രീതിയിൽ ആളുകളോട് പെരുമാറരുത് എന്നതൊരു അഭ്യർത്ഥനയായിട്ട് കൂട്ടിയാൽ മതി. ഇങ്ങനെയല്ല നമ്മൾ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ്